അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് കൈ കൊടുത്തിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി, എവിടെയെങ്കിലും ഒരു പണി ആവശ്യമുണ്ടോ നോക്കി. ഉണ്ടോ? ഇരിപ്പ് കണ്ടിട്ട്, ആ കൈ കൊടുക്കുന്ന കണ്ടിട്ട് ഹല്ലേലൂയ, ആമേൻ. എന്ന് വെച്ചാലേ ഈ നല്ല മെക്കാനിക്, ഞാൻ പറഞ്ഞില്ലേ, നല്ല മെക്കാനിക്ക് നോക്കിയാൽ പണി അറിയാം, എവിടെയാ കേടുപാടെന്ന് അറിയാം. അപ്പോ റീസ്റ്റോർ ചെയ്യാൻ വരട്ടെ, അതിന് 12ാമത്തെ രാത്രി ഒന്ന് റിപ്പയർ ചെയ്യാൻ പോവുക. അതിന് മലയാളം എന്നാ? അടുത്തിരിക്കുന്ന അവിടെ കൈ കൊടുത്തു മറക്കരുത്, ഇന്ന് രാത്രി ചില അറ്റകുറ്റപ്പണിയൊക്കെ നടത്തണം. അറ്റകുറ്റപ്പണിയൊക്കെ നടത്തണം. ഞാൻ ചുമ്മാ പറയത്തില്ല, വചനം വെച്ച് പറയത്തുള്ളൂ. കുറെ വചനം ഞാൻ നിങ്ങൾക്ക് തരും, കുറിച്ചെടുത്തേക്കണം, വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം എടുക്കാം, എല്ലാവരും വേദപുസ്തകം തുറക്കണം, എന്നിട്ട് അടിവരയിട്ടേക്കണം. ഈ പാസ്റ്റ് പറയുന്ന റിപ്പയർ ഒക്കെ ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കണം. അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരാമോത്ത് അറ്റകുറ്റം തീർത്തു. മോനെ, ഈ നെഹമ്യാവിന്റെ പുസ്തകം ഇടിഞ്ഞു കിടന്ന മതില് പണിയാൻ നെഹമ്യാവിനെ ദൈവം അഴച്ചതാ, അല്ലേ? ഇടിഞ്ഞു കിടന്ന മതില്, വാതിലുകൾ, തീ വെച്ച് ചുറ്റും ബന്ധം കിടക്കുന്ന മതിലും വാതിലുകളും പണിയാൻ വേണ്ടി ദൈവം രാജകൊട്ടാരത്തിൽ നിന്നും നിയോഗത്താൽ ദൈവം കൊണ്ടുവന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് ആര്? പുറകെ പറ, നെഹമ്യാവ്. എന്ന് വെച്ചാൽ ഒരു റോയൽ ജോബ് വേണ്ടെന്ന് വെച്ച് അത് മാറ്റി വെച്ചിട്ട് മതിൽ പണിയാൻ വന്നവനാ ഈ മനുഷ്യൻ. പക്ഷെ പുള്ളി വന്ന് മതിൽ പണിയാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ ഒരു ദൂത് പറഞ്ഞാൽ നിങ്ങൾ എന്നോടൊപ്പം സ്തോത്രം പറയുമോ? യഥാർത്ഥമായി ഒരുത്തം മതിൽ പണി ആരംഭിച്ചാൽ അവനൊരു പ്രശ്നമില്ലെങ്കിൽ അവൻ പണിയുന്ന മതിൽ ദൈവത്തിന്റെ മതിലല്ല. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി വിശദീകരിക്കാം. ഒരുത്തൻ ആത്മനിയോഗത്താൽ ഒരു മതിൽ പണിയാൻ എഴുന്നേറ്റാൽ അവൻ പണിയുന്ന മതിലിനെതിരെ ഒരു പ്രതിസന്ധി ഇല്ല എങ്കിൽ, പ്രതികൂലമില്ല എങ്കിൽ, അവൻ പണിയുന്ന മതിൽ വേറോ എന്തിന്റെയോ മതിലാണ്. ദൈവത്തിന്റെ യെരുശലേമിന്റെ മതിൽ പണിയാനാണ് ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചതെങ്കിൽ അവനെതിരെ ശത്രു ഉണ്ട്. ദൈവപൈതലേ, അവനെതിരെ സൽബല്ലത്തുണ്ട്, അവനെതിരെ തോബിയാവുണ്ട്. അവൻ പണിക്ക് വേണ്ടി എഴുന്നേറ്റാൽ ആ പണിക്ക് വിരോധമായി ദൈവം പിശാച് ചിലതിനെയൊക്കെ എഴുന്നേൽപ്പിക്കും. പക്ഷേ നെഹമ്യ 2:20 പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സൽബല്ലത്ത് എഴുന്നേക്കട്ടെ, തോബിയാവ് എഴുന്നേക്കട്ടെ. പണിയാൻ ഏൽപ്പിച്ചൊരു ദൈവം നിന്റെ കൂടെ ഇരിക്കും. സ്വതന്ത്രം. ഇനി വായിച്ചേ. അങ്ങനെ നെഹമ്യാവ് മതിൽ പണിയാൻ വന്നു. മതിൽ പണിയാൻ വന്നപ്പോ എന്നാ ചെയ്തെന്നറിയാമോ? വായിച്ച മോനെ, 4-ാം വാക്യം. അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരോമത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആള് ഒന്ന് പറഞ്ഞു, അപ്പുറത്തിരിക്കുന്ന ആള് ഒന്ന് പറ, അപ്പുറത്തിരിക്കുന്ന ആള് അവരുടെ കുറ്റം അങ്ങ് തീർത്തു. അടുത്തത്, എന്റെ ഇപ്പുറത്തിരിക്കുന്ന പുള്ളിയുടെ അറ്റകുറ്റം തീർക്കണം. എന്റെ ഇപ്പുറത്തിരിക്കുന്ന പുള്ളിയുടെ അറ്റകുറ്റം തീർക്കണം. ഇതെല്ലാം കൂടി നെഹമ്യാവ് തീർക്കാൻ പോയി ഏത് കാലത്ത് തീർക്കാനാ? മനസ്സിലായില്ലല്ലേ? നെഹമ്യാവ് ഇതെല്ലാം കൂടി അറ്റകുറ്റം പണിയാൻ പോയാൽ ഏത് കാലത്ത് മതിലിന് പണി തീരാനാ? മതിൽ പണിയാൻ ആഹ്വാനം കിട്ടിയപ്പോ ബൈബിൾ പറയുന്നു, അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകന ഊരിയാവിന്റെ മകൻ മെരോമത്തും അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഇന്നാളും തീർത്തു. ഇനി താഴത്തോട്ട് വായിച്ചേ. ആമേൻ. അവരുടെ അപ്പുറം മെശബേസേലിന്റെ മകനായ ബെരക്യാവിന്റെ മകൻ മെശുല്ലാം. ഇനി ചിലരുന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ 12ാമത്തെ ദിവസം നമ്മള് റീസ്റ്റോർ ചെയ്യല്ല, പിന്നെ റിപ്പയർ ചെയ്യുക, അറ്റകുറ്റപ്പണി ചെയ്യുക. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരും എന്നോട് വഴക്കുണ്ടാക്കരുത്, ഹല്ലേലൂയ പറഞ്ഞേക്കണം. അടുത്ത വാക്യം വായിച്ചേ. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അപ്പുറത്ത് അറ്റകുറ്റം പണിതു. അവരുടെ അപ്പുറം തെക്കേവിയർ അറ്റകുറ്റം തീർത്തു. അങ്ങനെ അറ്റകുറ്റം. ഇവിടെ എല്ലാം എന്ത് ചെയ്തു? അറ്റകുറ്റം എന്നും കൊണ്ട് വരക്കാൻ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. കണ്ണി കണ്ട് എല്ലാവരും അറ്റകുറ്റം തീർത്തു, നമ്മൾ ഒഴികെ. നമ്മൾ ഒഴികെ എല്ലാവരും എന്ത് ചെയ്തു? അറ്റകുറ്റം തീർത്തു. ഇനി ചിലരുണ്ട് കേട്ടോ, വായിച്ചു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക്
ചുമൽ കൊടുത്തില്ല. കുറച്ച് VIP ഉണ്ടായി. സാധാ VIP അല്ലല്ലോ, VVIP. അവരാരാന്നാ പറഞ്ഞേ? ശ്രേഷ്ഠന്മാർ. അവരാണ് ഈ ആരാധനക്ക് ഇങ്ങനെ വിറപ്പിക്കുന്നത്. ഗ്ലോറി കണ്ടിട്ടില്ലേ? ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? ഈ പ്രസംഗിക്കുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ദൈവമക്കളെ, അതാ ശ്രേഷ്ഠന്മാർ. അവരെന്ത് ചെയ്തില്ല? കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ എന്തിനാ ചുമന കൊടുക്കുന്നത്? ഞങ്ങൾ സാധാരണ ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ കുക്ക് സാഹിബ് വന്നപ്പോ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവരാ. ഇവിടെ ഫോട്ടോ വെച്ച് ബിജു പാഷ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ പട്ടണത്തിൽ തമ്പുരാനെ സേവിക്കാൻ ഇറങ്ങിയതാ. ഞങ്ങൾ ചെറിയ ആളുകളല്ല, ഞങ്ങൾ സേട്ടന്മാരാ. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടോന്നൊന്ന് അടുത്തിരിക്കുന്ന ആളെ സൂക്ഷിച്ചു നോക്കിക്കേ. ഇപ്പൊ പൊക്കിയേക്കണം, സൂക്ഷിച്ചു നോക്കാനാ പറഞ്ഞേ അടുത്തിരിക്കുന്ന ആളെ. അങ്ങനെ സേട്ടന്മാർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? നീയാണോ? അടുത്തിരിക്കുന്ന ആട് ചോദിച്ചാ നിങ്ങൾ ശ്രേഷ്ഠനാണെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായി ഇപ്പൊ സംഭവം ഏതാണ്ടൊക്കെ പിടുത്തം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും അറ്റകുറ്റം തീർത്തു. എല്ലാവരും അറ്റകുറ്റപ്പണി തീർത്തപ്പോ ഈ കുറച്ചു പേര് ശ്രേഷ്ഠന്മാർ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അങ്ങനെ കുറ്റം തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ചെറിയ ആളുകളൊന്നുമല്ല. ഈ വേദപുസ്തകത്തിനകത്തുള്ള 66 പുസ്തകവും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചെറിയ പുള്ളി അല്ല. അവരെന്ത് ചെയ്തില്ല? റോബിൻസൺ പാഷേ, കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അവരെന്ത് കൊടുത്തില്ല? അവര് ചുമൽ കൊടുത്തില്ല. എന്നാൽ അതിന്റെ താഴ്ത്തോട്ട് നമ്മൾ വായിക്കുമ്പോ അവിടെ വായിക്കുന്നത് 7-ാം അധ്യായം 1-ാമത്തെ വാക്യം, 7:1. എന്നാൽ മതിൽ പണി തീർത്തു. ഉറക്കെ വായിച്ച ഒരൊറ്റ വാക്യം മതി എനിക്ക്. എന്നാൽ മതിൽ പണി തീർത്തു. മതിൽ പണി തീർത്തു. ദൈവം മതി. എന്നാൽ മതിൽ പണി ആരെ കൊണ്ടാന്നറിയണ്ടേ? അറ്റകുറ്റം തീർത്ത കുറച്ച് പേരെ കൊണ്ട് യെരുശലേമിന്റെ മതിൽ പണി ദൈവം തീർത്തു. എന്ന് വെച്ചാൽ എവിടെ അറ്റകുറ്റ പണിക്ക് വേണ്ടി, റിപ്പയറിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു കൂട്ടം ജനമുണ്ടായോ അവരെ കൊണ്ടാണ് യെരുശലേമിനെ മതിൽ പണിയിപ്പിച്ചത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് പറയുന്നു, ഭിന്നതകളെ പണിയാൻ, ഭിന്നിച്ചു പോയതിനെ പണിയാൻ, അറ്റകുറ്റങ്ങൾ അവൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടോ? നിന്നിലൂടെ ദൈവം ചിലതിനെ പണിയാൻ പോകുകയാണ്. നീ എന്നെ പൊളിക്കണമെന്ന് ദൈവത്തോട് പറ, നീ എന്നെ പണിയണമെന്ന് ദൈവത്തോട് പറ. എത്ര പേര് കർത്താവേ നീ എന്നൊന്ന് റിപ്പയർ ചെയ്യാൻ, നീ എന്നൊന്ന് പൊളിക്കുക കർത്താവേ, നീ എന്നൊന്ന് പണിയണമേ കർത്താവേ. ഹല്ലേലൂയ. എന്റെ മെസ്സേജ് വേഗത്തിൽ ചുരുക്കിയാ കേട്ടോ. എനിക്ക് ഒത്തിരി കാര്യം പറയണം. നിങ്ങൾ കർത്താവിൽ ശ്രേഷ്ഠരായി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വലതുകരം ഒന്ന് ഉയർത്തിക്കേ. കർത്താവിൽ ശ്രേഷ്ഠരായി മാറാൻ ഞാൻ സാധാരണ ചോദിക്കുകയല്ല, ഇത് വെറുതെ ചോദിക്കുകയല്ല, ഒരു നിയോഗത്തിൽ ചോദിക്കുക. നിങ്ങൾ കർത്താവിൽ ശ്രേഷ്ഠന്മാരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ നോക്കി പറ, എന്നൊന്ന് പൊളിക്കണം കർത്താവേ. പറ, എന്നെ എന്ത് ചെയ്യണമേ? പണിയണമെന്നല്ല, എന്നെ ഒന്ന് പൊളിക്കണം കർത്താവേ. എന്നെ പൊളിച്ചടുക്കണം. ഒന്ന് പറഞ്ഞേ, എന്നെ പൊളിച്ചെന്ത് ചെയ്യണം? എന്നെ അടുക്കണം. എന്റെ എല്ലാ മേഖലകളും ഇന്ന് പകൽ ദൈവം പൊളിക്കണം. പറഞ്ഞേ എന്റെ എല്ലാ മേഖലകളും ഇന്ന് രാത്രി ദൈവം പൊളിക്കണം. എന്റെ ദൈവത്തിന്റെ പരിപാടി എന്നാന്നറിയാമോ? പൊളിച്ച് നിന്നെ പണിയും, പൊളിച്ച് ദൈവം നിന്നെ പണിയും. മോശേ 30 ലക്ഷം ജനത്തെ നടത്താൻ, നിന്റെ മേൽ ഒരു അഭിഷേകം പകരാൻ ദൈവത്തിന് നിന്നെ ഒന്ന് പൊളിച്ചെടുക്കണമായിരുന്നു. അവൻ 40 വർഷം അവൻ മരുഭൂമിയിൽ കൂടി ജനത്തെ നടത്താൻ 80 വർഷം ദൈവം അവനെ പൊളിച്ചടുക്കി. ഇന്ന് രാത്രി പൊളിച്ച് പണിയുന്ന ദൈവത്തെ ഒന്ന് കരമടിച്ച് ആരാധിച്ച് എത്ര പേര് പറയും, കർത്താവേ എന്നെ നിന്റെ കരങ്ങളിൽ തരുന്നു. എങ്ങനെയൊക്കെ ദൈവത്തിന് പൊളിക്കാൻ കഴിയുമോ അതുപോലെ ദൈവം എന്നെ പൊളിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അവിടെ ഇരുന്നു കൊണ്ട് എനിക്കറിയാം ഒരു സിഗ്നല് ദൈവം എനിക്ക് തരുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞ, തമ്പുരാനെ നിന്റെ ഇഷ്ടത്തിന് എന്നൊന്ന് പൊളിക്കേ. എങ്ങനെ വേണേലും പൊളിച്ചിട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാ, പൊളിച്ചത് ദൈവമാണെങ്കിൽ അവൻ പൊളിച്ചിട്ടെടുത്തുന്ന ദൈവം നിന്നെ റിപ്പയർ ചെയ്ത് ദൈവം നിന്നെ പണിയും. ദൈവം പണിയാൻ തുടങ്ങിയാൽ കുറവുകളില്ലാതെ പണിയും. ഒരു മനുഷ്യനും നിന്റെ നേരെ വിരൽ ചൂണ്ടാൻ ഇടയില്ലാതെ
കുറവുമില്ലാതെ ഒരു കുറവുമില്ലാതെ ദൈവം നിന്നെ പണിതെടുക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ദൈവം പണിയും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ അടുത്ത വാക്യത്തിലോട്ട് വരികയാണ്. ആമേൻ. സങ്കീർത്തനം 51:12 അവർ റിപ്പയർ കഴിഞ്ഞു. ആമേൻ. ദൈവം നമ്മെ പണിയാൻ തുടങ്ങി. പൊളിച്ചു കൊടുക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചപ്പോൾ പൊളിച്ച ദൈവം നമ്മെ അടിച്ചു പണിതു. സ്വതന്ത്രം. ആമേൻ. ആമേൻ. ആരോ ഹൃദയത്തിൽ പറയാണ്, അങ്ങനെ ദൈവം പൊളിക്കുമോ? കുശവന്റെ വീട്ടിലോട്ട് യെരമ്യാവിനെ വിട്ടിട്ട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്നോട് എന്ത് ചെയ്യും? സംസാരിക്കും. അവിടെ ചെന്നപ്പോ ദൈവം കാണിച്ച എന്നാന്നറിയോ? കുശവൻ കളിമണ്ണുകൊണ്ട് കുടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിൽ ആ കുടം എന്തായി? ചീത്തയായി. തമ്പുരാൻ പറയുന്നത് അത് കുശവൻ ഉടച്ചു കളഞ്ഞു. അതിനെ ഉടച്ചു. മോനെ, എന്റെ ദൈവത്തിന്റെ ഒരു പരിപാടി എന്നാന്നറിയോ? ഉടച്ചിട്ട് ദൈവം വാർക്കും, പൊളിച്ചിട്ട് ദൈവം വാർക്കും. ഈ 21 ദിവസത്തെ ഉപവാസത്തിന്റെ 12ാമത്തെ ദിവസം ദൈവം നിന്നെ പൊളിച്ചിട്ട് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുൻപേ ദൈവം നിന്നെ പുതിയതായിട്ട് പണിയും. ഫ്രഷ് ആയിട്ട് ദൈവം പണിയും. ഭംഗിയുള്ളതാക്കി പണിയും. ഒരു ശോഭയുള്ളതാക്കി പണിയും. ഇന്നലത്തെ കണ്ണുനീര് മാറ്റും. ഇന്നലത്തെ പ്രതിസന്ധി മാറ്റും. ഇന്നലത്തെ നിന്ന മാറ്റും. ഇന്നലത്തെ അപമാനം മാറ്റും. ഇന്നലത്തെ നിനക്കെതിരെ ഉണ്ടായ വെല്ലുവിളികൾ മാറ്റും. 2 കരമൊന്ന് അടിച്ച് ആത്മനിറവിലെന്ന് പറ. ഈ 12ാമത്തെ രാത്രി ആലയം വിട്ടു പോകുന്നത് നീ വ്യത്യസ്ത മനുഷ്യനായിട്ടാണ്. സങ്കീർത്തനം 51:12 റിപ്പയർ കഴിഞ്ഞാൽ അവൻ നമുക്ക് എന്ത് തരും? വായിച്ചേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം ദൈവം എന്ത് ചെയ്യും? നോക്കിക്കേ, പൊളിച്ച് ദൈവത്തിന് വേണ്ടി റിപ്പയറിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ പൊളിച്ച് പണിയാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ദാവീദ് ദൈവത്തോട് പറയാ, ദൈവമേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് ദൈവം തിരികെ തരണമേ. ഒന്ന് പറഞ്ഞേ, ആ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. രക്ഷിക്കപ്പെട്ട കാലത്ത് ഒരു സന്തോഷമില്ലായിരുന്നേ. അവൻ കർത്താവിന് വേണ്ടി നിന്നപ്പോ ഒരാനന്ദമില്ലായിരുന്നു. ഒരു ആമേൻ പറഞ്ഞ ദൈവമക്കളെ, അത് തിരികെ തരണമെന്ന് ചോദിക്കാൻ കഴിവുള്ള എത്ര ദൈവമക്കളുണ്ട്? അവർ കരമുയർത്തിക്കൊണ്ട് പറ, അന്നത്തെ സന്തോഷം എനിക്ക് മടക്കി തരണം, അന്നത്തെ ആനന്ദം എനിക്ക് മടക്കി തരണം. ആ രക്ഷിക്കപ്പെട്ട കാലത്തില് യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം ഞാൻ ഓർക്കുന്നു. ആ വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം പോലെ ആ സ്നേഹം എനിക്ക് മടക്കി തരണമേ. എന്റെ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് എന്ത് ചെയ്യും? അടുത്ത വാക്യം, മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനാൽ എന്നെ താങ്ങണമേ. എന്ന് വെച്ചാൽ മനസ്സൊരുക്കമുള്ള ഒരാത്മാവ്. ഒന്ന്, എന്റെ സന്തോഷം മടക്കി തരണം. 2, മനസ്സൊരുക്കമുള്ള ഒരാത്മാവ്. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്തും ഏത് സമയത്തും എപ്പോഴും ചെയ്യാൻ ഒരു മനസ്സൊരുക്കമുള്ള ഒരാത്മാവ്. ഞാൻ പറയാം, അലസതയില്ലാത്ത, മടിയില്ലാത്ത. ഞാൻ എന്റെ ആത്മാർത്ഥത്തോട് പറയുക, നിങ്ങൾ എനിക്കിന്ന് നേരം വെളുക്കുന്നവരെ ആരാധിക്കാൻ സമയവും സന്ദർഭവും ഒരുക്കി തന്ന ഞാൻ നേരം വെളുക്കുന്നവരെ ആരാധിക്കും. എനിക്ക് ഇഷ്ടമാണ് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ പ്രസംഗിക്കാനും. എനിക്കൊരു മടിയില്ല, എനിക്കൊരു ക്ഷീണവുമില്ല. ആമേൻ. എന്നാന്നറിയോ? ഒരു മനസ്സൊരുക്കമുള്ള ആത്മാവ് നമ്മുടെ അകത്ത് തന്ന് അത് ആര് ചെയ്യും, ആര് ചെയ്തില്ല, ആരുണ്ട്, ആരില്ല, എന്റെ വിഷയം അതല്ല. ആരുണ്ടോ ആരില്ലയോ അത് ഞാൻ നോക്കത്തില്ല, എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്യും. ഒരു മനസ്സൊരുക്കമുള്ള ആത്മാവ്. അതുകൊണ്ട് ദൈവമേ, നീ ഭിന്നതകളെ എന്ത് ചെയ്യണമേ? നന്നാക്കണമേ. അറ്റകുറ്റം ദൈവം തീർക്കണമേ. ദൈവം എല്ലാം രണ്ടാമത് ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ 1-2 വാക്ക് എന്റെ ഉള്ളത്തിൽ വന്നത് ഞാനൊന്ന് പറയാം. 1, ദൈവം റിപ്പയർ ചെയ്യും. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? 2, ദൈവം റീബിൽഡ് ചെയ്യും. അതിനർത്ഥം എന്നാ? പുതുക്കി പണിയും. എവിടെയൊക്കെ പണി ആവശ്യമുണ്ടെന്ന് തമ്പുരാന് തോന്നിയോ അവിടെയൊക്കെ 12ാമത്തെ ദിവസം ദൈവം ഒരു പുതുക്കി പണി ചെയ്യും. അത് കൂടാരത്തിനകത്താണെങ്കിൽ അത് തമ്പുരാൻ ചെയ്യും. നിന്റെ ജോലി വിഷയത്തിലാണെങ്കിൽ ഒരു പുതുക്കി പണി വേണമെങ്കിൽ ആമേൻ പറഞ്ഞു ഏറ്റെടുത്തോ. കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞു. 1, ദൈവം റിപ്പയർ ചെയ്യും. 2, ദൈവം റീബിൽഡ് ചെയ്യും. 3, ദൈവം റീകോൾ ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞേ. 1,
പറ. റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്യും. 2 റീബിൽഡ് ചെയ്യും. 3 റീകോൾ ചെയ്യും. നഷ്ടമായി പോയത് തിരിച്ചു വിളിക്കും ദൈവം. നിന്റെ കയ്യിൽ നിന്ന് പോയത് തിരിച്ചു വിളിച്ച് കൈ കൊണ്ടുവന്ന് തരും. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇന്ന് രാത്രി തിരിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. തിരിച്ച് ദൈവം വിളിച്ചു കൊണ്ടുവരും. അത് ദൈവം റീകോൾ ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് 4 ദൈവം റെസ്ക്യൂ ചെയ്യും. 4 എന്ത് ചെയ്യും? ദൈവം റെസ്ക്യൂ ചെയ്യും. അതിന്റെ അർത്ഥം എന്നാ? രക്ഷിച്ചെടുക്കും, വീണ്ടെടുക്കും. 1 പറ, റിപ്പയർ ചെയ്യും. പറ, റീബിൽഡ് ചെയ്യും, റീകോൾ ചെയ്യും. 3 റീബാക്ക്. ആമേൻ. പോയതെല്ലാം തിരിച്ചു ദൈവം കൊണ്ടുവരും. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. തിരിച്ചു കൊണ്ടുവരും. ഈ 12ാമത്തെ രാത്രി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് എല്ലാം തിരിച്ചു കൊണ്ടുവരും. സിക്ലാഗ് കൊണ്ടുവന്നത് പോലെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ഭിന്നതകളെ ദൈവം പണിയാൻ പോകുക. പണിയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ദൈവം മടക്കി തരും. ആരോട് പറയുന്നു? നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ദൈവം മടക്കി തരും. അവൻ കുടുംബത്തിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം ദൈവം മടക്കി തരും. ആരോഗ്യം മടക്കി തരും. സമാധാനം തിരിച്ചു തരും. ഹല്ലേലൂയ. ദൈവം എല്ലാം മടക്കി തരും. 12ാമത്തെ രാത്രി ദൈവം മടക്കി തരും. ഉറക്കെ ഒരു ആമേൻ പറയാൻ പറ്റുമോ? എന്തെല്ലാം പണിയാം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ദൈവം ഏതെല്ലാം മേഖലകൾ തിരിച്ചു പണിയും, ഏതെല്ലാം മേഖലകൾ ദൈവത്തിന് പണിയാൻ കഴിയും, അത് മുന്നോട്ടുള്ള ഏകദേശം 15 മിനിറ്റ് എന്റെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റിനകത്ത് കണ്ണിവാക്യം പോലെ ദൈവത്തിന് ഏതെല്ലാം കാര്യങ്ങൾ പണിയാൻ കഴിയും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വേഗത്തിൽ വായിക്കാം ദൈവമക്കളെ. ആമേൻ സ്തോത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 16-18 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നീ പത്രോസ് ആകുന്നു. ആമേൻ. അടുത്തത്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല. ഇന്ന് രാത്രി ഒരു ദൂതെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്നത് പിശാചിന്റെ പുറകിൽ ഒരുപാട് ശക്തികളുണ്ട്. ലൂസിഫറിന്റെ പുറകിൽ ഒരുപാട് ദുഷ്ടാത്മ സേനകളുണ്ട്. നിങ്ങൾക്കറിയാമോ? ദൂതന്മാർ എന്ന് പറയുന്ന ഒരു പഠനമുണ്ട്. അത് പഠിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിംഗിൽ 6 മാസം ഞാൻ ദൂതന്മാരെ കുറിച്ച് പഠിപ്പിച്ചു. മുണ്ടംവേലി വെച്ച് 6 മാസം ക്ലാസ് എടുത്തു. ദൂതന്മാർ എങ്ങനെയാണ്, ദൂതന്മാരുടെ ശുശ്രൂഷ എന്താണ്, ദൂതന്മാരുടെ ശ്രേഷ്ഠത എന്താ. 6 മാസം ഞാൻ ക്ലാസ് എടുത്തു. ഇന്നും ആ നോട്ട് എന്റെ കയ്യിലുണ്ട്. ദൂതന്മാർ പ്രത്യേക വകുപ്പുകളുണ്ട്. ദൂതന്മാർ സ്പെഷ്യലാണ്. അവര് ഒരു ദൂതന്മാരല്ല, ദൂതന്മാർക്ക് തന്നെ വ്യത്യസ്തമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ആരാധന ലീഡ് ചെയ്യുന്നവരുണ്ട്, യുദ്ധത്തിന് പോകുന്നവരുണ്ട്, മെസ്സഞ്ചേഴ്സ് ഉണ്ട്. ആമൻ. അങ്ങനെ ദൂതന്മാരെ തന്നെ ദൈവം വ്യത്യസ്തമായ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. ഇതുപോലെ തന്നെ വെട്ടുകൊണ്ട് താഴോട്ട് വീണ ലൂസിഫർ ഇല്ലേ, വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നക്ഷത്രങ്ങളിൽ 1/3 ഇതാ വെട്ടുകൊണ്ട് താഴേക്ക് വീണു. ദൈവത്തിന്റെ ദൂതന്മാർ ലക്ഷോപലക്ഷം കോടാനുകോടി. ദൈവമക്കളെ, ദൈവത്തിന്റെ ദൂതന്മാർ ലക്ഷോപലക്ഷവും കോടാനുകോടിയുമാണ്. അങ്ങനെ കോടാനുകോടി ദൂതന്മാരുള്ളതിൽ 1/3 ഭാഗം വെട്ടുകൊണ്ട് താഴെ പോയി എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാ, ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ അധികം ആമേൻ ഭൂമിയിൽ ദുരാത്മാക്കളും പിശാചുക്കളും ഉണ്ടെന്ന്. നിങ്ങൾ ഉറങ്ങിക്കോ. ഭൂമിയിൽ മനുഷ്യനുള്ളതിനേക്കാൾ അധികം ആരുണ്ട് മോനെ? ഉണ്ട്. അപ്പൊ ഒരാള് ഒരു ദേശത്ത് ഒരു ദൈവസഭ പണിയാൻ വന്നു നിന്നാൽ, ഒരാള് ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ പണിയാൻ ഒരു പട്ടണത്തിലേക്ക് കാല് വെച്ചാൽ അവനെതിരെ നിൽക്കുന്നത് ഒരു ശക്തിയല്ല, പാതാള ഗോപുരമല്ല, പാതാള ഗോപുരങ്ങൾ എന്ന് വെച്ചാൽ എനിക്കും നിനക്കും എണ്ണി തികക്കാൻ കഴിയാത്ത അദൃശ്യ ശക്തികൾ ഈ സഭക്കെതിരെ ഉണ്ട്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പണിയുമടാ, ഞാൻ പണിയുമടാ, ഞാൻ പണിയും. ഈ 12ാമത്തെ രാത്രി തമ്പുരാൻ പറയുക, ദൈവം പണിയുന്നത് ഒന്ന് സഭയാണ്. രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവസഭയെ ദൈവം പണിയും. അതിന് ഈ കരമടി പോരാ, ശക്തിയോടെ കരമടിച്ച് ഇന്ന് രാത്രി ഒരാത്മാവ് യുദ്ധം ചെയ്ത് ദൈവജനം വിളിച്ചു പറ, ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന പാതാള ഗോപുര ശക്തികൾ.
ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയാൻ പറ്റുമോ? ദൈവമക്കളെ, ദേശത്തെ അവൻ പണിയും, സഭയെ അവൻ പണിയും, സഭയെ അവൻ പണിയും, കുടുംബങ്ങളെ അവൻ പണിയും. സ്തോത്രം. എനിക്ക് ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ എൻ്റെ അകത്ത് ഏറ്റവും അധികം ധൈര്യം തന്ന എന്നാന്നറിയോ? ഞാൻ സ്തോത്രം ഈ മെസ്സേജ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് എന്നോട് ഈ വാക്യം വെളിപ്പാട് പുസ്തകം വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ ദൂതന്മാരിൽ 1% വെട്ടുകൊണ്ട് താഴെ പോണു. എന്ന് വെച്ചാൽ എണ്ണി തികക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു കാൽക്കുലേറ്ററിനും എണ്ണി തികക്കാൻ പറ്റാത്ത അത്രയും ദുരാത്മ ശക്തികൾ മക്കളെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അവർ മുഴുവൻ പണിക്കെതിരെയാണ്. ഏത് പണിക്കെതിരെ? ഇവിടെ അവൻ ലുലുമാള് കെട്ടുന്നതിന് എതിരല്ല, ഒപ്പുറമാള് പണിയുന്നതിന് അവൻ എതിരല്ല. അതിനെല്ലാം സപ്പോർട്ടും ചിലപ്പോൾ കൊടുക്കും. പക്ഷെ അവൻ എതിര് നിൽക്കുന്ന ഒരൊറ്റ കാര്യത്തിന് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളുടെ സഭയുടെ പണി ചെയ്യാൻ അവൻ അനുവദിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഡെലിവൻസ് ചർച്ചിലെ ദൈവജന ഒന്ന് ആർപ്പിട്ട് പറ, ഞാൻ എന്റെ സഭയെ പണിയാ. അതുകൊണ്ട് ദൈവമക്കളെ, എതിർത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം, അവനോട് എതിർത്ത് നിൽക്കണം. ഇത് ചെറുതല്ലെന്നേ. സ്വത്രം. ഞാൻ വളരെ സത്യസന്ധമായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആമേൻ. ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവദാസന്മാർ നിങ്ങളെല്ലാം കേൾക്കണം. ഈ പട്ടണത്തിന്റെ നടുവിൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച്, നല്ലൊരു AC ചർച്ച്, ഇങ്ങനെ ഒരു അന്തരീക്ഷം, ഇങ്ങനെ വന്ന് നമുക്ക് ഇരുന്ന് ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടൊരു ചർച്ച് ഇവിടെ ഉള്ളപ്പോ ഇതിനകത്ത് നമുക്കും ഒരു അവസരം കിട്ടി ഇതിനകത്ത് വന്ന് ആരാധിപ്പാൻ, ഇത് കണ്ട ദൈവത്തിന് നന്ദി പറയാനല്ലേ വേണ്ടത്? അല്ലേ? എന്നാൽ ഇത്രയും ഈ പട്ടണത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ദൈവം ഇങ്ങനെ തന്നല്ലോ എന്നോർത്ത് അതിന് നന്ദി പറയാതെ ഇതിനകത്തിരിക്കുന്നതിനെ തന്നെ പലതിനെയും ഇളക്കി ഇതിനെതിരാക്കുന്നത് എന്നാന്നറിയാമോ? പാതാള ഗോപുരം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്? ആത്മാക്കളുടെ വിടുതൽ തെറ്റാണോ? സ്വത്രം. അവൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ മുടക്കിയ കാശ്, ഞാൻ ഇതിനകത്ത് മുടക്കിയ കാശ്, ആമൻ സ്തോത്രം, എവിടെയെങ്കിലും ഒരു 5 ഏക്കർ റബ്ബർ തോട്ടം മേടിച്ചിട്ടിരുന്നു. മനസ്സിലായില്ലല്ലേ? ഇവിടെ കിട്ടിയ കാശെല്ലാം മുടക്കിയത് അങ്ങോട്ട് മാറി എവിടെയെങ്കിലും ഒരു 100 ഏക്കറോ 50 ഏക്കറോ റബ്ബർ തോട്ടം മേടിച്ചിട്ടുണ്ടെങ്കിൽ മാസം വെട്ടിയ കുറച്ച് കാശെങ്കിലും കിട്ടിയത് അല്ലേ? എന്നാൽ കിട്ടിയതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ വിതച്ചതിന്റെ ഒരൊറ്റ വെളിപ്പാട പാതാള ഗോപുരങ്ങളെ തകർക്കുന്ന ഒന്ന് കാണണം. ഇത് എന്ത് സത്യസന്ധമായി ഞാൻ എപ്പോഴും ഓർക്കും, ഈ സഭക്കകത്ത് ആളുകൾ ഈ പ്രശ്നം ഉണ്ടാക്കി പോകുന്നത് ഇവരെന്തോർത്തിട്ടാ? 10,000-10,000 രൂപ അവര് ആലയത്തിന് വേണ്ടി തരും. പക്ഷെ കോടികൾ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി സഭാഗോള് പണിയുന്നു. ഇതൊന്നും 1-2 ലക്ഷം കൊണ്ട് പണിതൊന്നുമല്ല. ഇത് പുറകിൽ ഒരുപാട് സാമ്പത്തിക നന്മ ഇതിന് പുറകെ മുടക്കിയിട്ടുണ്ട്, ഇന്നും മുടക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്തുള്ള ഓരോ സൗണ്ട് സിസ്റ്റം ഓരോന്നിനും ലക്ഷങ്ങൾ മുടങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും കണക്ക് പറയാനല്ല ഇന്ന് രാത്രി, ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാശക്തിയാണ്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്ന് ആരാധിച്ചു പോകാൻ എങ്ങനെ ദൈവം ഒരുക്കിയിട്ടും അതിനകത്ത് ഒരു കരുത്തിന്റെ നാമ്പ് പിശാച് മുളപ്പിക്കുന്നത് അവര് പോലും അറിയാതെ ചെയ്യുന്നത് ഒരു പാതാള ഗോപുരമാ. പക്ഷെ ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിയണം, ഇനി എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തിനകത്തുനിന്നോ ദൈവസഭക്കെതിരായോ ദൈവത്തിന്റെ പണിക്കെതിരായോ ദൈവത്തിന്റെ വേലക്കെതിരായോ ഞാനും എന്റെ കുടുംബവും ഒരു വാക്ക് ഞാൻ ചലിക്കത്തില്ല. അറ്റകുറ്റപ്പണി ചെയ്യേണ്ടത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കോ. എത്ര പേര് പറയൂ, ദൈവസഭക്കെതിരെ നിൽക്കുന്ന പാതാള ഗോപുര ശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇന്ന് രാത്രി ഫൈറ്റ് ചെയ്യാൻ പോകുക. എന്തുകൊണ്ടാ ദൈവമക്കളെ ഞാൻ വളരെ ചിന്തിക്കുക, എന്തുകൊണ്ട് അങ്ങനെ ഒരു യൂണിറ്റി ഈ ആളകത്ത് വരാത്തത്? കേരള കോൺഗ്രസ് പോലെ വളരും തോറും പിളരും തോറും വളരും എന്ന് പറഞ്ഞ് ഈ എല്ലാവരും പെന്തക്കോസ്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് യൂണിറ്റി ഇല്ല, നിങ്ങൾക്ക് ഐക്യതയില്ല, നിങ്ങൾ വളരുന്നു പിളരുന്നു. എന്നാൽ ഈ പറയുന്നവർക്കറിയില്ലല്ലോ ഇതിന് പുറത്തൊരു പാതാള ഗോപുരം ഉണ്ടെന്ന്. പക്ഷെ ഇന്ന് രാത്രി DC സഭയെ നോക്കി ആത്മാവി
ആത്മാവി പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല, അതിനെ ജയിക്കയില്ല, അതിനെ ജയിക്കയില്ല. ദൈവത്തിന്റെ തീ ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് കത്തുകയാ. ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് കത്തുകയാ. ദൈവസഭയ്ക്കെതിരെ, ആത്മാക്കളുടെ വിടുതലിനെതിരെ, ആത്മാവിന്റെ യൂണിറ്റിക്കെതിരെ, ആത്മാവിന്റെ ഐക്യതക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന പദ്ധതികൾ ഒന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നവൻ സഭയെ പണിയും കേട്ടോ, സഭയെ പണിയും കേട്ടോ. ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ എന്റെ സഭയെ പണിയും. രണ്ട്, ദൈവം കുടുംബങ്ങളെ പണിയും. 127 സങ്കീർത്തനം 1 വാക്യം. ദൈവം റീസ്റ്റോർ ചെയ്യും, റീബിൽഡ് ചെയ്യും, റീബാക്ക് ചെയ്യും, അവൻ റീകോൾ ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി ഒന്നോർത്തോ, അവൻ സഭയെ അവൻ പണിയും. 127 യഹോവ വീട് പണിയാതിരുന്നാൽ യഹോവ എന്ത് ചെയ്യും? വീട് പണിയാതിരുന്നാൽ. ഒരു ആമേൻ പറ. ഞാന് ദൈവശബ്ദത്തിന്റെ നടുവിൽ നിന്ന് പറയുന്നു, ദൈവം നിന്റെ ഭവനത്തെ പണിയും. അതിന് ഈ ഹല്ലേലൂയ പോരല്ലോ, ഉറക്കെ ഒരു ഹല്ലേലൂയ പറയുന്നേ. ദൈവം നിന്റെ ഭവനത്തെ പണിയും. ഏതൊക്കെ അദൃശ്യ ശക്തികൾ നിന്റെ ഭവനത്തിനെതിരെ കരുക്കൾ നീക്കിയാലും ആ കരുക്കൾ ഇന്ന് രാത്രി ദൈവം ഒടിക്കാൻ പോകുക. ഞാനൊരു ദൂത് പറയുമ്പോൾ കരമടിച്ച ദൈവത്തെ ആരാധിച്ചേക്കണം. നിന്റെ ഭവനത്തെ ദൈവം പണിയും. ശത്രു കൊണ്ടുവരുന്ന തീയമ്പുകൾ ഇന്ന് രാത്രി ദൈവം ഒടിച്ചു കളയോ. നിന്റെ കുടുംബത്തിനെതിരെ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ കുഞ്ഞിനെതിരെ, നിന്റെ തലമുറക്കെതിരെ ഒളിച്ചിരുന്ന് അമ്പയുന്ന പകൽ അമ്പയത്തുകളും ഇന്ന് രാത്രി ദൈവം ഒടിച്ചു മാറ്റും. ഞാന് ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്റെ സാക്ഷ്യം കേട്ടു. അത് യൂട്യൂബിനകത്തേക്ക് ഉണ്ട്. അയാൾ രക്ഷിക്കപ്പെട്ട ആളൊന്നും അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ആളല്ല. വേണമെങ്കിൽ ഞാനത് എടുത്തിട്ട് ഫോർവേഡ് ചെയ്യാം. രക്ഷിക്കപ്പെട്ട ഒരാളല്ല. മന്ത്രവാദം, സൂത്രം ചെയ്യുന്ന ഒരു 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 ചെയ്യുന്നവരെന്നാ പറയുന്നത്, അത് ചെയ്യുന്നൊരു വ്യക്തി. ആ പുള്ളിനെ ഇന്റർവ്യൂ ചെയ്യുക ഒരാള്. ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ. പുള്ളി പറഞ്ഞു, ഞാൻ ചെയ്യും, പൈസ മേടിച്ച് ചെയ്യും. അപ്പൊ പുള്ളി പരസ്യമായിട്ട് അതിന്റെ യൂട്യൂബിൽ ലിങ്ക് കിടപ്പുണ്ട്. പുള്ളി പറയുക, ഞാൻ ചെയ്യും, ഞാൻ ആഭിചാരം ചെയ്യും, മന്ത്രവാദം ചെയ്യും, കൈവശം ചെയ്യും. എന്നിട്ട് ഈ ഓരോന്നിന്റെയും ശൈലി പുള്ളി പറയുന്നുണ്ട്. അപ്പൊ പുള്ളിയോട് ചോദിക്കുക ഈ ഇന്റർവ്യൂവിന്, കൈവശം എങ്ങനെയാ കൊടുക്കുന്നത്? കൈവശം കൊടുക്കുന്നതിന്റെ രീതി പുള്ളി പറയുന്നുണ്ട്. അമ്മോൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാശ് തരും, കാശ് തന്നിട്ട് വ്യക്തിയെ പറയും, വ്യക്തിയുടെ പേര് പറയും, എന്നിട്ട് ആ വ്യക്തിയെ ഇന്ന രീതിയിൽ ഒതുക്കണം. അങ്ങനെ ഞാൻ കൈവശം ചെയ്ത്, ഭസ്മം ചെയ്ത്, മന്ത്രവാദം ചെയ്ത് ആ മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിലോ ജ്യൂസിനകത്തോ ആഹാരത്തിനോ ഞാൻ കൈവശം കൊടുക്കും. അപ്പൊ എന്നിട്ട് പുള്ളി ചോദിക്കുക, അതിന്റെ പരിണിത ഫലം ആ മനുഷ്യൻ നരകിക്കും, ആ വിഷയത്തിൽ കേറില്ല, ആ മനുഷ്യൻ താഴോട്ട് പോകും. ഇത് സത്യമാണോ? ഇന്റർവ്യൂ ചെയ്യുന്ന ആലോചിക്കുക, സത്യമാ, പരീക്ഷിക്കണോ? പുള്ളി പറഞ്ഞു വേണ്ടേ. അപ്പൊ ആ വിചാരം, മന്ത്രവാദം കൊണ്ട് ഞാൻ വാദിക്കും, അതാണ് ആഭിചാരം. ഒരു വ്യക്തിയെ മുടിപ്പിക്കാൻ, ആ ഇളവക്കാരനെ നശിപ്പിക്കാൻ എൻ്റെ അടുത്ത് പണം കൊണ്ടുവന്ന് പേരെഴുതി തരും, ഞാനിരുന്ന് ചെയ്യും, അവൻ അത് സംഭവിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഞാൻ ഇങ്ങനെ കണ്ടു. നിനക്കെതിരെ ആഭിചാരം ചെയ്യാൻ, നിനക്കെതിരെ സൂത്രം ചെയ്യാൻ വ്യക്തികൾ എഴുന്നേക്കും. പക്ഷെ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇത് ദൂതാണ്, ഏറ്റെടുത്തോ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഇത് പോരാ കേട്ടോ, പോരാ. ഒരു പക്ഷെ നിന്നെ സ്നേഹിക്കുന്നവർ, നിന്നെ കരുതുന്നവർ, നിന്നോട് ഇമ്പമുള്ളവർ, നിന്നെ കൂടെ നടക്കുന്നവർ, നിന്നെ കൂട്ടുകാർ, നിനക്കെതിരെ ഏതൊക്കെ മന്ത്രവാദം, ഏതൊക്കെ സൂത്രം നിനക്ക് നിന്റെ തലമുറയ്ക്കുമെതിരെ ചെയ്താലും ഇന്ന് രാത്രി ആത്മാവി പറയുന്നു, ആത്മാവിൽ നിന്ന് കൂട്ടഞ്ഞാ മതി, ദൈവത്തിനെ പൊട്ടിക്കും. നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ, സ്തോത്ര. അവൻ പഠിച്ച മന്ത്രവാദം കൊണ്ട് നിനക്കെതിരെ വാദിച്ച് നിന്റെ നന്മയെ ഒതുക്കാൻ അവൻ കെട്ടിവെച്ചാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആമേൻ, അത് ദൈവം പൊട്ടിക്കും.
ഒരുപാട് വചനം എനിക്ക് പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ആമൻ. ദൈവത്തിന് വചനം പറയുന്നു, ആമൻ, രുദ്രാക്ഷം വെച്ച് ഉരുട്ടി 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 നിനക്കെതിരെ ഓതുന്നവർ കണ്ടേക്കാം. പക്ഷേ ബൈബിൾ പറയുന്നു, ലക്ഷണ വിദ്യക്കാരനെ ദൈവം ഭ്രാന്ത് പിടിപ്പിക്കും. അവൻ വിശ്വസിക്കുന്നെങ്കിൽ ആമൻ പറ. ആർക്കാന്ന് എനിക്കറിയത്തില്ല, ആർക്കൊക്കെ എതിരെ, ആരുടെയൊക്കെ കുടുംബത്തിനെതിരെ, ആർക്കെയോ നന്മക്കെതിരെ അവൻ കെട്ടിയത് ഇന്ന് രാത്രി നസ്രത്തുകാരനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം അത് പൊട്ടിക്കാൻ പോകുക, അത് പൊട്ടിക്കാൻ പോകുക. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്നലത്തെ സന്തോഷം, ഇന്നലത്തെ ആനന്ദം, ഇന്നലത്തെ നന്മ, ഇന്നലത്തെ അധികാരം എവിടെയോ നഷ്ടപ്പെട്ടു പോയത് ഇന്ന് രാത്രി ദൈവം തിരിച്ചു പിടിക്കുന്നു. ഇന്നലെ വരെ ഓടിയ നീ, ഇന്നലെ വരെ ഓടിയ നീ പെട്ടെന്ന് ആമൻ നിന്റെ ഓട്ടമൊക്കെ മനസ്സിലാക്കി നീ വീട്ടിനകത്ത് അടച്ചിട്ട മുറിക്കകത്ത് നീ ഒതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ആ സകല ആഭിചാരത്തെയും സകല മന്ത്രവാദങ്ങളെയും ദൈവം ഇന്ന് രാത്രി പൊട്ടിക്കും. ജഗത്തിന് ഭയങ്കര നിയോഗം ദൈവം തരുന്നു. തീക്കനൽ കൂട്ടി, തീക്കനൽ കൂട്ടി ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ആ വാക്യം ഞാൻ പറയുന്നു, തീക്കനൽ കൂട്ടി ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ആ കൊല്ലനെ സൃഷ്ടിച്ച ദൈവം തിരിച്ചെഴുതി, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. ദൂത് പറഞ്ഞ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക്. അവൻ ആയുധം ഉണ്ടാക്കട്ടെ, അവൻ ആയുധം പണിയട്ടെ, പക്ഷെ നിനക്കെതിരെ ഉള്ള ആയുധം അത് ഫലിക്കയില്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഇന്ന് രാത്രി ഫലിക്കയില്ല. കുടുംബത്തെ തകർക്കാൻ, കുടുംബത്തെ ഭിന്നമാക്കാൻ, കുടുംബത്തെ തകർത്ത് കളയാൻ പിശാച് ഒരുക്കിയ ചില മേഖലകൾ ഇന്ന് രാത്രി പൊട്ടുന്നു. ആമേൻ പറയേണ്ടവരാമേൻ പറ. ദൈവം പണിതാൽ രണ്ടും രണ്ടിടത്ത് താമസിക്കുമെന്നല്ല. ദൈവം പണിതാൽ മൂന്ന് സ്ഥലത്ത് ചിതറും എന്നല്ല. ആമേൻ. അടുത്ത വാക്യം 80 സങ്കീർത്തനം 68:6 പറയുന്നു, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ദൈവം പണിത ഒരുമിച്ച് വസിപ്പിക്കും. അടുത്ത വാക്യം ബദ്ധന്മാരെ വിടുവിച്ച് എന്ന് വെച്ചാൽ നിന്റെ കുടുംബത്തെ തകർക്കാൻ ശത്രു കെട്ടിയ കെട്ടുകളെ പൊട്ടിച്ച് വിടുവിച്ച് ദൈവം നിന്നെ സൗഭാഗ്യത്തിലാക്കും. 60:2 വായിച്ച മോനെ. 60:2 നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. ആമേൻ. 3 അവൻ ദേശത്തെ പണിയും. ഞാനിപ്പോ എത്ര എണ്ണം പറഞ്ഞു? 1 സഭയെ അവൻ പണിയും. 3 കുടുംബങ്ങളെ ദൈവം പണിയും. 3 ദേശത്തെ ദൈവം പണിയും. ഇനി ദൈവം പണിയുമെന്ന് പറഞ്ഞിട്ട് 60:12 വായിച്ചേ. അത് വായിക്കുകയും വായിക്കുന്നതോടൊപ്പം ഉറക്കെ ഒരു ഹല്ലേലൂയ ഒരുപോലെ പറയണം. വായിച്ചോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. മോനെ, ആ ഹല്ലേലൂയ അത്ര പോരായിരുന്നു, ഒന്നുകൂടി ഉറക്കെ വായിച്ചേ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ദൈവം പണിയാൻ എഴുന്നേറ്റാൽ ആ ദൈവത്തോട് കൂടെ നിന്ന് ഞാൻ വീര്യം പ്രവർത്തിക്കും. ആമേൻ, 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 ആമേൻ. എന്നിട്ട് ഇങ്ങനെ അടുത്ത വാക്യം പറയാണ്, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അടുത്ത വാക്യം, അവൻ തന്നെ നമ്മുടെ വൈരികളെ എല്ലാരും പറ. അവൻ തന്നെ നമ്മുടെ വൈരികളെ എന്ത് ചെയ്യും? മെതിച്ചു കളയും. എന്റെ വൈരികളെ ദൈവം ഇന്ന് മെതിച്ചു കളയും. എനിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ ദൈവം മെതിച്ചു കളയും. എന്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. ഒന്ന് പറ, എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. 4 കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അവന് ആരാധനയെ യഥാസ്ഥാനപ്പെടുത്തും. ഒറ്റ വാക്യം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. 2 ദിനവൃത്താന്തം 29:35. 2 ദിനവൃത്താന്ത പുസ്തകം 29:35. ഹോമയാഗങ്ങൾ 35-ാം വാക്യം. ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങൾക്കുള്ള മേധസ്സിനോട് ഹോമയാഗങ്ങൾക്ക് പാനീയങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. അങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന എന്ത് ചെയ്തു? യഥാസ്ഥാനത്തായി. ആരാധന ദൈവം യഥാസ്ഥാനത്താക്കും. ഉഴപ്പൻ ആരാധന ഒക്കെ നിൽക്കും.
വന്നു, കണ്ടു, പൊക്കോണം എന്നുള്ള പരിപാടിയൊക്കെ മാറും. ഇനി ആലയത്തിൽ ആർക്കും ഉഴപ്പം പരിപാടിക്ക് വരാൻ ഒക്കത്തില്ല. ആരാധന ഈ 21 വർഷത്തിൽ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ആരാധനയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ആരാധന എന്ത് ചെയ്യും? ഇതിനൊരു മാറ്റമില്ല മക്കളെ, ഇതിനൊരു മാറ്റമില്ല. ആരാധനക്കകത്ത് ഇനി ഉഴപ്പ് കാണിക്കാൻ ഒക്കത്തില്ല. ആരാധനയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. മോനെ ഈ 36 വാക്യം വായിച്ചു. 36 വേഗം വായിച്ചു. ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ യെഹെസ്കേയാവും സകല ജനവും സന്തോഷിച്ചു. ഈ ആരാധന യഥാസ്ഥാനത്താകാൻ ഒരു കാര്യം എന്നാന്നറിയോ? 36 വാക്യം. ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ, ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും എന്ത് ചെയ്തു? സന്തോഷിച്ചു. കാര്യം അപ്പൊ ആരാധന യഥാസ്ഥാനപ്പെടണമെങ്കിൽ ജനം ഒരുക്കപ്പെടണം. സഹോദരൻ പറഞ്ഞേ എന്ന് വെച്ചാൽ ആൽബർട്ടങ്ങളെ, ഞാനുള്ള കാര്യം ഈ വചനത്തിലൂടെ പറയുക. ഈ ആരാധനാലയത്തിൽ വന്ന് ആരും കാണാനും കേൾക്കാനും നിൽക്കുന്നവരാകരുത്. സർവജനവും തമ്പുരാനെ ആരാധിക്കുന്നവരാകണം. അങ്ങനെ യഥാസ്ഥാനപ്പെടണം. ആമേൻ. ഞാന് സ്തോത്രം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാ രാജ്പാഷേ, ഇവിടെ അറിവിന് വേണ്ടി എന്ന് പറയാ. നമ്മൾ ഭൂമിയിലാണ് ആരാധിക്കുന്നത്. നമ്മൾ ആണോ ദൈവമക്കളെ? പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ തരാം. ഇന്ന് രാത്രി അതൊന്ന് കുറിച്ചിട്ടേക്കണം. നാം ഭൂമിയിൽ ആരാധിക്കുന്ന ആരാധനയും സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യണം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 2-3 വാക്യം അത് സ്വർഗത്തിലെ ആരാധനയാണ്. യെശയ്യാവ് കാണുന്ന ആരാധന ഭൂമിയിലെ ആരാധനയല്ല. IPC, ന്യൂ ഇന്ത്യ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ആമേൻ, സ്തോത്രം, ഷാരോൺ, ആമേൻ, ആമേൻ, ന്യൂ ജനറേഷൻ, ഈ ചർച്ചിലെ ആരാധനയല്ല. ആമേൻ. യെശയ്യാവ് കാണുന്നത് ഭൂമിയിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ആരാധന ലൈവായി താൻ കണ്ടു. വായിച്ചോ, വേഗം വായിച്ചോ. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ആമേൻ. എങ്ങനെ നിന്നു? ആരാധനയുടെ സ്വർഗത്തിലെ ദൃശ്യം. നടുക്ക് നിൽക്കുന്ന തമ്പുരാന്റെ ചുറ്റും സാറാഫുകൾ അങ്ങ് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തരും 6 ചിറകുണ്ടായി. ഓരോരുത്തർ എന്തുണ്ട്? പണ്ടൊരിക്കൽ ആടി ചോദിച്ചു, ദൂതൻ എത്ര ചിറകുണ്ട്? 6 ചിറക് അല്ലേ? ഇല്ല ദൈവമക്കളെ, ദൂതന് 2 ചിറകേ ഉള്ളൂ. പക്ഷെ അവൻ ആരാധിക്കാൻ തുടങ്ങിയ എക്സ്ട്രാ വരിക. 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. അപ്പൊ സ്വർഗത്തിലെ ആരാധന എങ്ങനെയാ? പറന്ന് ആരാധിക്കും. യെശയ്യാവ് സ്വർഗത്തിലെ ആരാധന കണ്ടു. ഒന്നുകൂടി വായിച്ചു പറഞ്ഞേ. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി. നമ്മുടെ ആരാധനയോ? നമ്മുടെ ആരാധന സോഫ സെറ്റിലേക്ക് ഇരുന്ന് അത് ആരാധന എന്ന് പറയാനൊക്കത്തില്ല. അതൊരു നേരം പോക്ക. ഞാൻ ഈ വചനം ഇവിടെ എഴുതി വെക്കുമ്പോ എന്നോട് തമ്പുരാൻ പറയണം, നീ ഇത് ആദ്യം പഠിക്കേ, നീ ആരാധിക്കാൻ കൊതിയുള്ളവനല്ലേ. ഞാൻ അവിടെ എഴുതി വെച്ചു, സ്വർഗത്തിലെ ആരാധന പറന്നുള്ള ആരാധനയാ. പക്ഷെ അതിന് സന്തോഷത്തോടെ ഞാനൊരു കാര്യം ചോദിക്കുക, പറയുക കേട്ടോ. എന്താണെന്നറിയോ? സാറാഫിൽ ഒരു സാറാഫിനെ ഒന്ന് വിളിച്ചേ. യെസ്, സാറാഫെ ഒന്ന് വന്നേ. എന്താ നീ ഇത്രയൊക്കെ പറന്നാരാധിക്കാൻ യേശു നിനക്ക് എന്ത് ചെയ്തു? ചുമ്മാ എന്നെ സൃഷ്ടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. ചുമ്മാ എന്നെ സൃഷ്ടിച്ചത് കൊണ്ടാണോ ഇത്ര ആരാധിക്കുന്നത്? തിരിച്ച് സാറാഫ് എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് ആരാധിക്കുന്നേ? അത് ഞാൻ പറഞ്ഞു, എനിക്ക് രക്തം തന്നു. അപ്പൊ സാറാഫി ചോദിച്ചു, എവിടെ വെച്ച്? മെഡിക്കൽ ടെസ്റ്റ് വെച്ചോ, മെഡിക്കൽ സെന്ററിൽ വെച്ചോ? എത്ര രൂപ രക്തം തന്നു? 1 ബോട്ടിൽ. ദൂതൻ പറഞ്ഞു, നാണമില്ല നിങ്ങൾക്ക്. ചുമ്മാ സൃഷ്ടിച്ചത് കൊണ്ട് ഞങ്ങൾ പറന്നാരാധിക്കുക. രക്തം തന്ന നിങ്ങൾക്ക് ഒന്ന് ചാടാനൊക്കത്തില്ലേ? ഒന്ന് തുള്ളാനൊക്കത്തില്ലേ? ഒന്ന് നൃത്തം ചെയ്യാനൊക്കത്തില്ലേ? ഇന്ന് രാത്രി ദൈവമൈതലേ, ആരാധന ചാടി എഴുന്നേറ്റ്, ഒന്ന് ചാടി എഴുന്നേറ്റ്. ആമേ, തീയുടെ ആരാധനയാണ്.
മോനെ അത് മറിക്കല്ല, ഇവർ എഴുന്നേക്കട്ടെ. ആ വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം ഒന്ന് വായിച്ചേ. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ഒരുത്തനോട് ഒരുത്തൻ. ആമേൻ. അവര് കളർ ലൈറ്റ് ഇട്ടേക്കുന്നത് കണ്ടോ? കളർ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ? ബിജുപാസിന്റെ ഷർട്ടിന്റെ കളർ കണ്ടോ? എന്നൊന്നുമല്ല, ഒരുത്തനോട് ഒരുത്തൻ. അടുത്തു വന്നിരിക്കുന്ന ആളുടെ ചുരിദാറിന്റെ കളറോ ഷർട്ടിന്റെ കളറോ ഒന്നുമല്ല, ഒരുത്തനോട് ഒരുത്തൻ. അവർ തമ്മി പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവയാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അടുത്തത് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ ദൈവത്തെ ആരാധിച്ചപ്പോ ഭൂമിയിൽ മഹത്വം നിറഞ്ഞു. ശ്രദ്ധിക്കണേ, അവിടെ ആർത്തപ്പോൾ ഇവിടെ മഹത്വം നിറഞ്ഞെങ്കിൽ ഇന്ന് ഡെലിവറൻസ് ചർച്ച് ഒന്ന് ആർക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലല്ല മഹത്വം ചലിക്കുന്നത്, ഇന്ന് രാത്രി ഇവിടെ മഹത്വം ചലിക്കും. അടുത്ത വാക്യം പറയുന്നു, അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടി അടിസ്ഥാനം കുലുങ്ങി. അടുത്തത് ആലയം പുക കൊണ്ട് നിറഞ്ഞു. വായിച്ചോ. അപ്പോൾ ഞാൻ അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടല്ലോ, രാജാവിനെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്ത 6-ാമത്തെ വാക്യം, അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ സാറാഫുകളിൽ ഒരുത്തൻ. അപ്പൊ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ യാഗപീഠത്തിൽ എന്ത് കത്തുന്നു? പറ. അങ്ങനെയാണെങ്കിൽ അവരുടെ ആരാധന എന്ത് ആരാധനയാ? തീ കത്തുന്ന ആരാധനയാ. സാറാഫുകൾ ആരാധിച്ചപ്പോ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ തീ കത്തുന്നു. നമ്മൾ ഈ തീ എന്നൊക്കെ ഇവിടെ പറയും. അവിടെ സാറാഫുകൾ ആരാധിച്ചപ്പോ യാഗപീഠത്തിൽ കൊടിൽ കൊണ്ടൊരു തീക്കണൽ. അതിന്റെ അർത്ഥം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിച്ചപ്പോ യാഗപീഠത്തിനകത്ത് തീ കത്താൻ തുടങ്ങി. ആ കത്തുന്ന തീക്കകത്തുനിന്ന് ഒരു സാറാഫുകൾ ഒരുത്തൻ ഒരു കൊടിലെടുത്തു കൊണ്ടുവന്ന് യെശയ്യാവിന്റെ നാവിനെ തൊട്ടപ്പോൾ അവൻ പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിലുമായി ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ചിലരുടെ നാവിന് അവൻ തൊടാൻ പോകുകയാണ്. പ്രവചനത്താൽ ദൈവം നിറക്കാൻ പോകുക, വെളിപ്പാടിനാൽ ദൈവം നിറക്കാൻ പോകുക, ആത്മാവിനാൽ ഇന്ന് രാത്രി നിറക്കാൻ പോകുക. കരമടിച്ച് ഇന്ന് രാത്രി സാറാഫുകൾ ആരാധിച്ചതുപോലെ ഹല്ലേലൂയ. യെസ്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് രാജാ മൂടി ശിരസാൽ ധരിച്ച് 7 പൊന്നിലവിൽ കുകളാതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് രാജാ മൂടി ശിരസാൽ ധരിച്ച് 7 പൊന്നിലവിൽ കുകളാതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോരേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, ദാവീദ് ഗോത്രത്തിൻ ശക്തിയോടെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, നീ തുറന്നാലത് അടയ്ക്കുവതാരേ, നീ അടച്ചാലത് തുറയ്ക്കുവതാരേ, നീ തുറന്നാലത് അടയ്ക്കുവതാരേ, നീ അടച്ചാലത് തുറയ്ക്കുവതാരേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് രാജാവു ശിരസാൽ ധരിച്ച് 7 പൊന്നിലവിൽ കുകളാതിൻ നടുവിൽ എഴുന്നള്ളി വന്നോ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് രാജാവു ശിരസാൽ ധരിച്ച് 7 പൊന്നിലവിൽ കുകളാതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ദൂതസഞ്ചയത്തിൻ ആരാധന
അറിയിച്ചിടും താനെന്റെ വരവിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മറ്റും അറിയിച്ചിടും താനെന്റെ വരവിൽ എഴുന്ന ശത്രു വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാവോട് ശിരസാദിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകളാതിൽ നടുവിൽ എഴുള്ളി വന്നോരേ എഴുന്ന ശത്രു വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാവോട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്റെ മേൽ പ്രവചന ശബ്ദം ഉയരട്ടെ. ആത്മാവിൽ പ്രവചിക്കട്ടെ. പുതിയ വെളിപ്പാടുകൾ കാണട്ടെ. ആത്മാവി ജനം നീന്തി തുടിക്കട്ടെ. അവരുടെ അധരങ്ങളിൽ പ്രവചന ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. ജനം പ്രവചിക്കട്ടെ. ആത്മാവി വെളിപ്പാട് കാണട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. ഇന്ന് രാത്രി കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. എല്ലാവരുടെ മേൽ പുത്തൻ ആത്മാവ്, പുതിയ ദൈവ സാന്നിധ്യം, പുത്തൻ അഭിഷേകം ഇന്ന് രാത്രി വീഴട്ടെ. യവനക്കാരുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം, യവനക്കാരുടെ മേൽ പുതിയ അഭിഷേകം ഇന്ന് രാത്രി വീഴുന്നു. കരമുയർത്തി നല്ലൊരു ആമേൻ പറ. ആമേൻ. എനിക്ക് മുന്നോട്ട് ആമേൻ ആമേൻ വലിയ ദൈവ സാന്നിധ്യമുണ്ട്. സമയം പോയത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രി നമ്മളെ പണിയാ. നാളെ കർത്താവിന്റെ ദാസൻ അനിൽ കൊടിത്തോട്ടം ദൈവദാസനാണ് നാളെ വരേണ്ടത്. നിങ്ങൾ അറിഞ്ഞു കാണും, തൻ്റെ ചർച്ചിൽ ഒരു ചെറുപ്പക്കാരൻ, എത്ര വയസ്സ്, 30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടു. നാളെ രാവിലെയാണ് എൻ്റെ ശവോടകം. ആമേൻ. നമുക്കറിയാലോ, ആ ചർച്ചിനകത്തൊരു മരണമുണ്ടായാൽ അവരുടെ പാസ്റ്റർക്ക് ഒരിക്കലും വരാനൊക്കത്തില്ല. താൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഒരു മടിയും കൂടാതെ പാസ്റ്റേ സന്തോഷം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്യട്ടെ. നമുക്ക് നാളെ നമ്മളിവിടെ ഏൽപ്പിച്ച് ചെയ്യാം. സ്വതന്ത്രം നാളെയും ഞാൻ തന്നെ ആയിരിക്കും ശുശ്രൂഷിക്കുന്നത്. കർത്താവിന് സ്വതന്ത്രം ചെയ്തേ. അതുകൊണ്ട് സ്തോത്രം. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു ചിന്ത നാളെ ചിന്തിക്കണം. ഞാനിവിടെ നിർത്തുക. സ്വർഗീയ പിതാവേ, നിന്റെ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. കരമുയർത്തി ഉറക്കി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സമാധാനത്തോടെ പോകുക. നാളെ രാവിലെ കൃത്യം 10:30 മണിക്ക് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കും. നാളെ ശനിയാഴ്ചയാണ്, കുഞ്ഞുങ്ങളെല്ലാം ഫ്രീ ആണ്. പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരിക. നാളെയും ഒരു ആമേൻ ഒരു ഇമ്പാർട്ടേഷൻ, ഒരു കൈമാറ്റം ദൈവം നാളെ ചെയ്യും കേട്ടോ. വൈകിട്ട് നമുക്ക് സൂം മീറ്റിംഗ് ആണ്. നാളെ രാവിലെ ഒരു സെക്ഷനേ ഉള്ളൂ. വൈകിട്ട് സൂമിലാണ് മീറ്റിംഗ്.